കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു അമ്പലം കാണാം. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? ഇത് ബനാറസി കോട്ടയിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ചിക്പേട്ട് മാർക്കറ്റിലാണ്. ഈ തിരക്ക് എപ്പോഴും ഉണ്ടാവും. റിട്ടേൺ ഓ കളർ പോയാലും റിട്ടേൺ. കൊറിയൻ സ്റ്റൈലിലുള്ള 3 പീസിന്റെ 2 പീസിന്റെ കളക്ഷൻ ആണ്. നല്ല തിരക്കുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മൊത്തം 4 കടയുണ്ട് അല്ലേ? 4 കടയുണ്ട് ഇവർക്ക്. കോണിയിലും അത്യാവശ്യം സാധനങ്ങൾ നിറച്ചിട്ടുണ്ട്. ഫുൾ ബോക്സ് പാക്കിംഗ് ആണ്. വരാണെങ്കിൽ നല്ല ഐറ്റംസും കിട്ടും കേട്ടോ. അതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൽച്ചന്തേരിയില് ലിനൻ വിത്ത് കാന്ത വർക്ക് ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്. എക്സ്പോർട്ടിംഗ് ഓൾസോ അവൈലബിൾ. കിഡ്സ് വെയർ അതും 6 ഫ്ലോർ ഉണ്ട്. ഓർഗൻസ വിസ്കോസ് ഓർഗൻസ. വാവ്. ചന്ദേരി സിൽക്ക്. ഇതില് എടുക്കുമ്പോ ഇങ്ങനെ മീഡിയം, ലാർജ്, എക്സൽ, M2 3XL. കുട്ടികളുടെ എത്നിക് വെയർ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ ചിക്പേട്ട് മാർക്കറ്റിലാണ്. ഈ തിരക്ക് എപ്പോഴും ഉണ്ടാവും. ഈ തിരക്കിന്റെ ഇടയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വരാണെങ്കിൽ നമുക്ക് ആ വഴിക്കാണ് വരേണ്ടത്. നാട്ടിൽ നിന്ന് വരുമ്പോൾ മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്പേട്ടിലേക്ക് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചിക്പേട്ടിൽ സർക്കിളിലാണ് നിൽക്കുന്നത്. ഈ സർക്കിളിൽ നിന്ന് ഇനി ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്? ഇത് ആ കാണുന്ന വഴിയിലേക്കാണ് പോകേണ്ടത്. ഇതിന് പറയുന്നത് ചിക്പേട്ട് മെയിൻ റോഡ്. അപ്പോൾ ക്രോസ് ചെയ്യാനും അതുപോലെ ഇവിടെ വരുമ്പോൾ അവനവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ ശ്രദ്ധിച്ചോളോ, അത്രയും പറയാളോ. എന്തായാലും വരാണെങ്കിൽ നല്ല ഐറ്റംസും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്താലോ? ബാ. ക്രോസ് ചെയ്യുമ്പോൾ നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ ഈ ഒരു വഴിന്റെ പേര് പറയുന്നത് ചിക്പേട്ട് മെയിൻ റോഡ് എന്നാണ് പറയണത് കേട്ടോ. അപ്പൊ മെയിൻ റോഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പോകേണ്ടത്. അപ്പൊ 200 മീറ്റർ നമ്മൾ ഈ വഴി കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു അമ്പലം കാണാം. ഇവിടെ ഈ ഒരു അമ്പലം കാണാം. ഒരു ജസ്റ്റ് ലൊക്കേഷൻ കാണിക്കാണ് കറക്റ്റ് ആയിട്ട് എങ്ങനെയാ പോകേണ്ടതെന്നുള്ളത്. തിരക്കാണ്. ഈ തിരക്കൊക്കെ പിന്നെയും ഒരു തിരക്ക് സിമ്പിൾ ആയിട്ടുള്ള തിരക്കാണ്. പക്ഷെ ഞായറാഴ്ച ദിവസം വരികയാണെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും കേട്ടോ. ഒരു 200 മീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് ഇങ്ങനെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈശ്വരി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് കാണാം. ഈ ഷോപ്പ് ഇത് റീറ്റെയിൽ ഷോപ്പാണ് കേട്ടോ. നമ്മൾ റീറ്റെയിൽ ഷോപ്പ് കാണിക്കാനല്ല വന്നിരിക്കുന്നത്. ഇതൊരു ജസ്റ്റ് ലാൻഡ്മാർക്കാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴി. ഈ വഴിയൊന്നും എപ്പോഴും എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വഴിയാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാലേ ഒരു 10-15 അടി വയ്ക്കുമ്പോൾ സിമ്രൻ ക്രിയേഷൻസ് കാണാം. സിമ്രൻ ക്രിയേഷൻസ് എന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡ് ഒരു ബിൽഡിങ് മൊത്തം സിമ്രൻ്റെ കിഡ്സ് വെയർ. അതും 6 ഫ്ലോർ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലത്തെ ബിൽഡിംഗ് ആണെങ്കിൽ മൊത്തം സാരീസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ, കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഇപ്പുറത്തേക്ക് കടന്നാലും സിമ്രൻ, ഇപ്പുറത്തേക്ക് കടന്നാലും സിമ്രൻ. അപ്പോൾ മൊത്തം പറയുകയാണെങ്കിൽ സിമ്രൻ ഗ്രൂപ്പ്സ്. ഇനി നമുക്ക് കുറച്ച് കിഡ്സിൻ്റെ വെറൈറ്റി കളക്ഷൻസ് കാണാം. 6 ഫ്ലോർ ഉണ്ടേ. ഹായ്, സിമ്രൻ ഗ്രൂപ്പിലത്തെ ഓണറാണ്. അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കിഡ്സിന്റെ ഒരു സെക്ഷനിലാണ്. ഈ കിഡ്സിന്റെ ഒരു സെക്ഷനിൽ എത്ര ഫ്ലോർ ഉണ്ട്? 6 ഫ്ലോർ ഉണ്ട്. അപ്പൊ ഈ ഒരു ഏരിയയിലും നമുക്ക് ഫുൾ കിഡ്സിന്റെ സെക്ഷനാണ് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ നമുക്ക് സാമ്പിൾസ് എല്ലാതും എടുത്ത് കാണിക്കാൻ പോസിബിൾ അല്ല. പല ബ്രാൻഡ്സിന്റെ ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ ഇരുന്നിട്ട് സമാധാനമായിട്ട് കണ്ടാലോ. നമുക്ക് കോണി ത്രൂ പോവാം. അതുപോലെ തന്നെ നമുക്ക് ലിഫ്റ്റ് ത്രൂ ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ വേണേലും പോവാം. കോണിയിലും സ്ഥലം വിട്ടിട്ടില്ല അല്ലേ? ഫുൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ കോണിയിലും അത്യാവശ്യം സാധനങ്ങൾ നിറച്ചിട്ടുണ്ട്. ഫുൾ ബോക്സ് പാക്കിംഗ് ആണ് ഉള്ളത്. കിഡ്സിൻ്റെ കളക്ഷൻസ്. എന്തായാലും ഇത് ഫസ്റ്റ് ഫ്ലോർ. അപ്പം ജിമ്മിന് പോകണ്ട, എനിക്ക് അതൊക്കെ നന്നായിട്ട് കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന വാ എല്ലായിടത്തും ഇങ്ങനെ നിറച്ച് വെച്ച് കാണാം. വരൂ. അപ്പോൾ ഇത് ഫസ്റ്റ് ഫ്ലോറായി. നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിക്കാനാണ് ഇപ്പോൾ പോണത്. വരൂ. നമുക്ക് ലിഫ്റ്റിലൊക്കെ വരാം, പക്ഷേ നടന്നിട്ടുണ്ടേ, അതല്ല ഒരു സുഖം. ഓ, അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ കിഡ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ടല്ലോ നമുക്ക്. വെരി ഗുഡ്. യെസ്, കാണിക്കൂ. കിഡ്സിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് 0 സൈസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എങ്ങനെ വെസ്റ്റേൺ എത്നിക് അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? ഫ്രോക്കും ഉണ്ട്, വെത്നിക് ഉണ്ട്, ഇങ്ങനത്തെ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഈ കച്ചവടക്കാർക്ക് എടുക്കുമ്പോൾ എത്ര പീസ് എടുക്കണം? അങ്ങനെ സെറ്റ് ഒക്കെ എടുക്കുമ്പോൾ സെറ്റ് വൈസ് എടുക്കണം കേട്ടോ. ഇപ്പൊ ഇതാണെങ്കിൽ 3 പീസിന്റെ സെറ്റ് അല്ലേ? ഇത് ന്യൂ ബോൺ ബേബീസിന്റെ. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല നല്ല ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻ. അതും 6 ഫ്ലോർ മൊത്തം കണ്ടോ. വെറൈറ്റീസ് കൊണ്ട് വെറൈറ്റീസ് ആണ്. അത് നമുക്ക് 2 പീസിൽ വരുന്നുണ്ട്. അതുപോലെ ഷർട്ട് മാത്രമായിട്ടുള്ളതുണ്ട്, ടീഷർട്ട് മാത്രമുണ്ട്. ഇതൊക്കെ ഗേൾസിൻ്റെ നക്കോബയിൽ വരുന്നത്. ഇങ്ങനെ കുറേ മോഡൽസ് വരുന്നുണ്ട് കേട്ടോ. വെറൈറ്റീസ് പെട്ടെന്ന് എടുത്ത് കാണിക്കുകയാണ്.
എന്തോരെന്ന് വെച്ചിട്ട് കാണിക്കുന്നത് ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്. T-shirt. Exporting also available. അങ്ങനെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടും. അത് ബോയ്സിനും ഗേൾസിനും ഒരേപോലെ 15 വയസ്സ് വരയ്ക്കുള്ള കളക്ഷൻസ് ആണ്. ഇപ്പം ലോങ് വേണോ ഷോർട്ട് വേണോ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം ട്രെൻഡ് ബാക്കിലും ഉണ്ട് ഇതിൻ്റെ ഒരു വർക്ക് കണ്ടോ. അങ്ങനെ ട്രെൻഡി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. Only wholesale. പിന്നെ ഹോൾസെയിലാണ്. അത് എടുത്ത് പറയാണ് സിമ്രൻ ഗ്രൂപ്പ്സിന് ജെൻസ് ലേഡീസ് ആൻഡ് കിഡ്സിൻ്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. സിമ്രൻ ഗ്രൂപ്പ് 1 2 കടയിൽ ഒതുങ്ങുന്നതല്ല, ഇവർക്ക് മൊത്തം 4 കടയുണ്ട് അല്ലേ. 4 കടയുണ്ട് ഇവർക്ക്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കിഡ്സിൻ്റെ ഒരു സെക്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അതും 6 ഫ്ലോറിൻ്റെ. ഇനിയിപ്പോൾ അടുത്ത ഫ്ലോറും ഇതുപോലൊക്കെ തന്നെയാണ്. അടുത്തത് നമുക്ക് കുർത്തീസാണ്. ഇതെന്ന് പറയുമ്പോൾ കുട്ടികളുടെ എത്നിക് വെയർ. അതിൽ എന്താ പറയുക, ഷെർവാനി ഉണ്ടാവും, ജുബ്ബ ഉണ്ടാവും, മോദി കോട്ട് ഉണ്ടാവും, നോർമൽ കോട്ട് ഉണ്ട്, ഇങ്ങനത്തെ വെറൈറ്റീസ്. ഇതും ഇവിടെ അവൈലബിൾ ആണ്. ഇതും ചെറിയ കുട്ടികളുടെ തൊട്ട് ഉണ്ട് അല്ലേ സൈസ്? 0 to 15. ഓക്കെ. പിന്നെ അടുത്തത് കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ളത് കൊറിയൻ സ്റ്റൈലിലുള്ള 3 പീസിൻ്റെ 2 പീസിൻ്റെ കളക്ഷനാണ് കുട്ടികൾക്കുള്ളത് കേട്ടോ. നല്ല ട്രെൻഡ് അല്ലേ ഇത്? നമുക്ക് എടുക്കുമ്പോൾ സൈസ് ഒരു പാക്കറ്റിൽ എത്ര വരും? ഇപ്പോൾ ഒരു ബോക്സ് 1 to 6, 1 to 10, 0, 1 and 2, 3 to 8. അങ്ങനെയാണ് സൈസസ് വരുന്നത്. പിന്നെ ബോക്സ് പാക്കിംഗ് ആണ് ഫുള്ളി ഇരിക്കുന്നത് വരിക. ഇല്ലെങ്കിൽ വീഡിയോ കോൾ ഓപ്ഷൻസ് ഉണ്ട്. വീഡിയോ കോൾ എങ്ങനെ ചെയ്യണം? വീഡിയോ കോൾ എത്ര മണി തൊട്ട് എത്ര മണി വരെ ഷോപ്പ് ടൈം? After 4 o'clock. ആഫ്റ്റർ 4 o'clock ആണ് വീഡിയോ കോൾ ഓപ്ഷൻ. അന്ന് കട തുടങ്ങിയിരിക്കുന്ന സമയം 10 o'clock. Morning 8:30. 8:30 തൊട്ട് 10 o'clock. 10 o'clock. 9 o'clock. 10 o'clock വരേക്കുള്ള കളക്ഷൻസ്. ഇനി കുറച്ച് പെൺകുട്ടികളുടെ കൊറിയൻ സ്റ്റൈലിലൊന്ന് നോക്കിയാലോ. ഇത് കുറച്ച് കൊറിയൻ സ്റ്റൈലിൽ കേട്ടോ പെൺകുട്ടികളുടെ കളക്ഷൻ. അതിൽ തന്നെ നമുക്ക് ഈ മോഡലും വരുന്നുണ്ട്. അങ്ങനെ മോഡൽസ് ഇഷ്ടംപോലെ ഉണ്ട്. കാണിച്ചാലും തീരില്ലാന്നേ. നമ്മൾ ഇപ്പോൾ ഫുൾ 6 ഫ്ലോർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണിക്കും. നമുക്ക് അത്രയും അധികം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. സാമ്പിൾസ്. അതെ. 6 stories ബിൽഡിംഗിലെ മലയാളം നന്നായി പറയൂലോ? കുറച്ചറിയാം. നന്നായി നമ്മളൊക്കെ പറയണത് നന്നായി മനസ്സിലാക്കൂട്ടാ. അതായത് കൊറിയൻ സ്റ്റൈൽ തന്നെ 2 പീസിൻ്റെ കളക്ഷൻ. പിന്നെ ഇതുപോലെ എത്നിക്കിൻ്റെ കളക്ഷൻസും അവൈലബിൾ ആണ്. ജസ്റ്റ് സാമ്പിൾ പർപ്പസിനാണ് ഇപ്പോൾ പെട്ടെന്ന് ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഇതൊക്കെ കളക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലേഡീസിന്റെ സെക്ഷനിൽ പോയാലോ. കുർത്തീസും അതുപോലെ തന്നെ സാരീസും അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നതും സിമ്രൻ ഗ്രൂപ്പിലത്തെ ഒരു കളക്ഷൻ തന്നെയാണ്. 2 പീസിന്റെ ഇവരുടെ ലേറ്റസ്റ്റ് കളക്ഷൻ. ഇത് ഏതാ മെറ്റീരിയൽ വരുന്നത്? റിപ്പ് സിൽക്ക് മെറ്റീരിയൽ. ഇങ്ങനെ ചെറിയൊരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടി ഈ യോക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു നെക്ക് പോർഷനിൽ. അപ്പൊ ഇതിന്റെ കളേഴ്സ് എത്രയുണ്ട്, എങ്ങനെയാണ് സൈസ്, അതൊക്കെ നമുക്ക് അവിടെ പോയി നോക്കാം. പോവാം. ഇതിപ്പോൾ നമ്മൾ കണ്ടത് കിഡ്സിൻ്റെ സിമ്രൻ ക്രിയേഷൻസ് കേട്ടോ. ഇനി ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വഴി കൂടെ ഇങ്ങനെ നമുക്ക് സിമ്രൻ്റെ തന്നെ സാരീസും അതുപോലെ തന്നെ കുർത്തീസിൻ്റെ സെക്ഷനും കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ആദ്യം പോവാം. 1st ഉം 4th ഫ്ലോർ. എന്തോ ഐശ്വര്യം, നമുക്ക് വേണ്ടി ഇങ്ങനെ തുറന്ന് നിവർന്നിരിക്കുകയാണ്. ഇത് സ്റ്റെപ്പ് വേണമെങ്കിൽ സ്റ്റെപ്പ് ത്രൂ ഇവിടുന്ന് പോവാട്ടോ. സ്റ്റെപ്പ് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. ഇനി ലിഫ്റ്റ് ത്രൂ പോകണമെങ്കിൽ നമുക്ക് കയറാം. ഫസ്റ്റ് ഫ്ലോർ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. നമുക്ക് സ്റ്റെപ്പ് ത്രൂ ആയിട്ട് ഈ വഴി കൂടിയാണ് സ്റ്റെപ്പ് ത്രൂ കയറി വരിക. സ്റ്റെപ്പ് ത്രൂ കയറി വരുമ്പോൾ ഇവിടെ സിമ്രൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ ഇങ്ങനെ ഒരു പേര് കാണും. പേരെന്നല്ല, ഇങ്ങനെ ഒരു പേപ്പർ കാണും. ഇത് ഹോൾസെയിൽ ഒള്ളി, നോ റീറ്റെയിൽ. അപ്പോൾ റീറ്റെയിൽക്കാർക്ക് വിളിക്കും വേണ്ട, എൻക്വയറീസും വേണ്ട, ഒള്ളി ഹോൾസെയിലാണെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം കുർത്തീസും അൺസ്റ്റിച്ചഡ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസാണ്. ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ. നമ്മൾ അവിടുന്ന് ലിഫ്റ്റ് കയറി വരുമ്പോഴേക്കും ആളിതേ സ്റ്റെപ്പ് ത്രൂ ഇങ്ങോട്ട് കയറി എത്തൽ കഴിഞ്ഞു. നമുക്ക് കാണിച്ചാലോ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്? യെസ്, ചൂട് ഇറക്കിക്കാം. നമുക്ക് തുടങ്ങിയാലോ? ഏതൊക്കെയാണ് കളക്ഷൻസ് കാണിക്കേണ്ടതെന്നുള്ളത് പറഞ്ഞോളൂ. നെറ്റ് കോട്ടയിൽ ഇങ്ങനെ വർക്കാണ് യോക്കിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ പറഞ്ഞോളൂ, ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തോ. നെറ്റ് കോട്ടയിൽ ദുപ്പട്ട ഇവരിടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇടുമ്പോൾ. പിന്നെ ഇത് ഒരു വൈറ്റിൽ നല്ലൊരു പ്രിൻ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പ്രിൻ്റ് അല്ല കേട്ടോ, ഇത് എംബ്രോയ്ഡറി അല്ലേ, ഫുൾ എംബ്രോയ്ഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇങ്ങനെ കളേഴ്സാണോ വരിക? 4 കളേഴ്സ് കേട്ടോ. കുറച്ച് കളക്ഷൻസ് പെട്ടെന്ന് കാണിക്കാം. ഓർഗൻസയിൽ എംബ്രോയ്ഡറി. guaranteed products, any damage defect return. കളർ പോയാലും റിട്ടേൺ. പിന്നെ ഹോൾസെയിലാണ്. ഇത് ചന്ദേരി സിൽക്ക്. ഓക്കെ. മസ്ലിനിൽ കളർ കോമ്പിനേഷൻ കണ്ടോ? അതും ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ. കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടമായി.
കണ്ട ഏത് വേണം എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അപ്പോൾ വരുമ്പോൾ ഒരു 8:30-9 മണിക്ക് ആകുമ്പോൾ ഇവിടെ കട തുടങ്ങും. കട തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രാത്രി 9 മണി 10 മണി വരെ കളക്ഷൻസ് നമുക്ക് കിട്ടും. ഇതൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൽച്ചന്തേരിയിൽ ഈ വർക്ക് ഒന്ന് കറക്റ്റ് ആയിട്ട് കൊടുത്തോട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൽ കട്ട് വർക്കിൻ്റെ ഷോള് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതിൽ 4 കളർ ഷെയ്ഡ്സാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഇതിപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ സെയിം അല്ലേ? ആ, പക്ഷെ ഇത് മെറ്റീരിയൽ വേറെയാ. കോട്ട ബനാറസി കോട്ട. ഇത് ബനാറസി കോട്ടയിലാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. ഷ്രിങ്ക് ആവണില്ല. പക്ഷെ ഇത് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ്. ഞാൻ ഇട്ടിരിക്കുന്നത് റെഡിമെയ്ഡ് സെക്ഷനിലാണ്. ഇനി മൽച്ചന്തേരിയിൽ വർക്ക്, ഹാൻഡ് വർക്ക് ഇതാ ഫുൾ വർക്കാണ്. നമുക്ക് ഡാർക്ക് ലൈറ്റ് അങ്ങനെ പല പല ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ യോക്കിൽ ഇങ്ങനെ വർക്ക്, പിന്നെ യോക്കിൽ വർക്ക് മാത്രമല്ല കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയിലും ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ല വർക്ക് പോയിട്ടുണ്ട്. ദുപ്പട്ട ഇതാ എംബ്രോയ്ഡറിയുടെ വർക്ക്, ദുപ്പട്ടയിൽ എംബ്രോയ്ഡറിയുടെ വർക്ക് കൊടുത്തിട്ടുണ്ട്. കളക്ഷൻസ് നല്ല നല്ല കളക്ഷൻ. ഇതൊക്കെ ബുട്ടിക് കളക്ഷൻസ് അല്ലേ? ബുട്ടിക് കളക്ഷൻസ് ആണ് കേട്ടോ. ഇപ്പം നമ്മൾ മെയിൻ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രീമിയം ബുട്ടിക് കളക്ഷൻസ്. കുറച്ച് നല്ല യൂണിക്ക് എന്നുള്ള രീതിയിൽ തപ്പണവർക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു കളക്ഷൻ. വീഡിയോ കോൾ ടൈമിംഗ് ആഫ്റ്റർ 4 o'clock. അത് എടുത്ത് പറയാണ്. വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 o'clock കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ആ വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. പക്ഷെ കട തുറക്കുന്നത് ഒരു 8-9 മണിയാകുമ്പോഴേക്ക് കട തന്നെ. നേരിട്ട് വരണമെങ്കിൽ വരാം കേട്ടോ. നേരിട്ട് വരാനുള്ള വഴിയൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. മിനിമം പർച്ചേസ് 30,000 ഹോൾസെയിൽ ഓൺലി, നോ റീറ്റെയിൽ. ഇതിൽ ഫുൾ കാന്ത വർക്കില് നല്ല അടിപൊളിയായിട്ട് ഉണ്ടല്ലേ ഇതിന്റെ ആ ഒരു ഡിസൈൻ. നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ പറയുള്ളൂ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. നല്ല കളക്ഷൻസ് ആണ്. നമുക്ക് ഒരു പ്രീമിയം രീതിയിൽ നമുക്ക് ഇപ്പൊ അങ്ങനത്തെ കളക്ഷൻസ് ആണ് ഇപ്പൊ ഈ അൺസ്റ്റിച്ചഡ് ഫുൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതും നോക്കിയേ, ഇതും അതിലത്തെ തന്നെ ഫാൻസി കട്ട് വർക്ക്. അത് ഇത് ബോട്ടത്തിന്റെ അടിയിലത്തെ വർക്കാണ് കേട്ടോ. ഇത് ടോപ്പ്, അതുപോലെ തന്നെ ഈ ഒരു പോർഷൻ. പിന്നെ കോട്ടണിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പ്യുവർ കോട്ടണില് അല്ലേ? പ്യുവർ കോട്ടണില്. ഇത് ജോർജറ്റ്, പ്യുവർ ജോർജറ്റില് ദുപ്പട്ട. ഇത് കോട്ടര്. ഇതിലിങ്ങനെ വിസ്കോസ് ഓർഗൻസ. ഇത് യോക്കിൽ വരുന്ന വർക്കാണ് കേട്ടോ ഈ കാണുന്നത്. അതിന്റെ കാന്ത വർക്ക്. അതിൽ ഫ്രഞ്ച് നോട്ട്. ദുപ്പട്ടയിൽ ഇങ്ങനെ ഫുൾ ഓവറോൾ ഇങ്ങനെ ഒരു വർക്ക്. ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക്. പക്ഷെ ഇന്ന് വന്ന ഇത് ഇപ്പൊ തന്നെ കഴിയൂല. പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ന്യൂ സ്റ്റോക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടൂല. അതാണ്. ഇനി നമുക്ക് കുറച്ച് റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് പോയാലോ? നമുക്ക് വെച്ചാൽ ഈ ഒരു കട ഫുൾ കളക്ഷൻസ് ഉണ്ട്. പക്ഷെ എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെയും കുറച്ച് ഡിസ്പ്ലേ. ഇതിപ്പോ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം പീസ് ആണോ? ഈ ഫസ്റ്റ് കിടക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് സിംഗിൾ കുർത്തീസും കിട്ടുമോ? സിംഗിൾ ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. അപ്പൊ ഫുൾ നോക്കാം നമുക്ക് ഓരോന്നോരോ വെച്ച് കാണിക്കാൻ. നല്ലത് 2 പീസിന്റെ കളക്ഷൻ അനാർക്കലി സ്റ്റൈലില് ചൈനീസ് കോളറിന്റെ. ഓക്കെ, ഇതിൽ എടുക്കുമ്പോൾ ഇങ്ങനെ മീഡിയം, ലാർജ്, എക്സൽ, M2 3XL. പിന്നെ ഇവര് എന്താ പറയാ, പുതുമയുള്ള ആൾക്കാരൊന്നല്ല. സിമ്രൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമ്രൻ ക്രിയേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വമ്പൻ ടീമാണ്. അങ്ങനെ വമ്പൻ ടീമാണെന്ന് പറഞ്ഞാലും നമുക്ക് റേറ്റ് വൈസോ അല്ലെങ്കിൽ എഫോർഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്നത്. ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് ബഡ്ജറ്റ് ഒതുങ്ങാവുന്നതുണ്ട്. റേഞ്ച് കൂടിയ ടൈപ്പ് അത് ഡിപ്പെൻസ് ആണ്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നേരിട്ട് വരാം, കാണാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഏതാ മെറ്റീരിയൽ? മൽച്ചന്തേരി. മെറ്റീരിയൽ ഒന്ന് നോക്കിയേ. നല്ല മെറ്റീരിയൽ വൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ ഹോൾസെയിലാണ്, വീണ്ടും എടുത്ത് പറയാണ്, ഹോൾസെയിലാണ്. നോ റീറ്റെയിൽ. സിംഗിൾ പീസിന് വിളിക്കേ വേണ്ട. സിംഗിൾ പീസ് എൻക്വയറീസ് വേണ്ട, ഓൺലി ഹോൾസെയിൽ. ഇനിയിപ്പോ നമ്മൾ കാണിച്ച സിംഗിൾ കുർത്തി, ഇത് 3 പീസിന്റെ കളക്ഷൻ വിത്ത് പാന്റ് അടക്കം വരുന്നത് ഒരു കളക്ഷൻ. ഇനിയുണ്ടോ ഇതിപ്പോ വെറൈറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഈ ഇരിക്കുന്നത് ഇത് നമുക്ക് എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ്. ഇത് ഫുൾ ഇപ്പൊ ആ അറ്റത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഫുൾ കളക്ഷൻസ് ആണ് മൊത്തം കാണാം. ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ കടയുടെ ഒരു ലുക്ക് നമുക്ക് കാണാൻ പറ്റും. 500+ ഡിസൈൻസ് അവൈലബിൾ. ഇനി ഇതില് നമുക്ക് ഇവരുടെ ഗ്രൂപ്പിന്റെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഡീറ്റെയിലിംഗ് എവിടെയാണ് ഇട്ടിരിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം ഇപ്പുറത്തെ സൈഡായിരുന്നല്ലേ, ഈ പ്രാവശ്യം മാറ്റി പിടിച്ചാ. അതെ സിമ്രൻ ഗ്രൂപ്പ്. അതിൽ സിമ്രൻ ക്രിയേഷൻസ്, കിഡ്സ് വെയർ, സിമ്രൻ ഫാഷൻ എന്ന് പറയുന്നത് നമുക്ക് കുർത്തീസ് ആൻഡ് ഡ്രസ് മെറ്റീരിയൽസ്. പിന്നെ സിമ്രൻ സാരീസ്, അത് 4th ഫ്ലോറിലാണ് കേട്ടോ. അത് സാരീസിന്റെ സെക്ഷൻ മാത്രമാണ്. എല്ലാം തരം വെറൈറ്റി സാരീസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഈ സാരീസിന്റെ മെൻസ് വെയർ ഉണ്ട് അല്ലേ?
മെൻസ് വെയർ അത് അപ്പുറത്തും. അപ്പുറത്തുണ്ട്. ടോട്ടൽ ഇവര് 4 ഷോപ്പ്, 1 2 ഷോപ്പിൽ ഒതുങ്ങുന്നതല്ല, മൊത്തം 4 ഷോപ്പാണ് ഉള്ളത്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യൽ? വിസിറ്റ് ആക്കാം, സാധനം നോക്കാം, ഇഷ്ടമായ എടുക്കാം, ലുക്കിംഗ് ടച്ചിങ് ഫ്രീ. അത് കളിക്ക്. ഇതൊന്ന് സ്പെഷ്യൽ ആയിട്ട് എടുത്തോളാൻ, അവൻ കാര്യമായിട്ട് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതൊന്ന് ഇങ്ങനെ റൺ ചെയ്തോളാൻ, അടിപൊളിയായിട്ട് എടുത്തോളാൻ. നിങ്ങക്ക് മലയാളം അറിയോ? കുറച്ച് മലയാളം കസ്റ്റമേഴ്സ് ഇവിടെ കൂടുതലുണ്ട്. 90% നമ്മുടെ കേരളത്തിലത്തെ മലയാളി കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോയിലത്തെ വിശേഷം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണിച്ചിട്ടില്ല, കാണിക്കാൻ ഇനി കുറേ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വരാൻ, നേരിട്ട് വന്ന് കാണാം. 4th ഫ്ലോറിലാണെങ്കിൽ നമുക്ക് ഫുൾ സാരീസിൻ്റെ സെക്ഷൻ, അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാൽ മതി. ഞാൻ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല അല്ലേ. അതുപോലെ മെൻസ് വെയറിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചറിഞ്ഞാൽ മതി. അപ്പോൾ സിമ്രൻ ഗ്രൂപ്പ്സ്, ചെറിയ കടയല്ല, ചെറിയ ഷോപ്പല്ല, വമ്പൻ ഗ്രൂപ്പാണ് സിമ്രൻ ഗ്രൂപ്പ്സ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചിക്പേട്ട് സർക്കിൾ മെയിൻ റോഡിലെ ഈശ്വരി സിൽക്സ്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പവർ ചേംബർ. അപ്പുറത്തും ഇപ്പുറത്തുള്ള ബിൽഡിങ്ങിൽ കേട്ടോ. അപ്പുറത്താണെങ്കിൽ കിഡ്സ്, ഇപ്പുറത്താണെങ്കിൽ കുർത്തീസ്, സാരീസ്, അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.